നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. നമുക്ക് ഒരുമിച്ച് അടൂർ കടമ്പനാട്ടിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ. ഒന്നും പറയണ്ട, ഫസ്റ്റ് സ്കിറ്റ് വിളിക്കാം. അവര് വെയിറ്റിംഗ് കുറെ നേരമായി. പ്രസാദേട്ടനുണ്ട്, പ്രസാദേട്ടനുണ്ട്, കൊച്ചു പ്രതിഭേട്ടനുണ്ട്, കൂടെ സൂര്യശ്രീ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ. ഹലോ 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 സാറേ. ജയ്, എന്തായി ജയൻ? അയ്യോ സാറേ, ഞാൻ ഇവിടെ ഓരോ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ട് കിടക്കുവാ സാറേ. ഇതുവരെ കണ്ടന്റ് കിട്ടിയില്ലേ? എങ്ങനെയാ സാറേ, ഉള്ള കണ്ടന്റുകളെല്ലാം ഞാൻ സീരിയലിലോട്ട് എഴുതി തന്നിട്ടില്ലേ? ജയൻ, നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതം എടുത്ത് കണ്ടന്റ് ആക്ക്. ഇതെന്ത് ഭർത്താവനാ സാറേ പറയുന്നത്? നമ്മുടെ വീടിന്റെ അയൽവാസിയായ ശംഖു അണ്ണന്റെയും പുഷ്പ ചേച്ചിയുടെയും കണ്ടന്റ് ഞാൻ എടുത്ത് തന്നില്ലേ? ശംഖു പുഷ്പം എന്ന് പറഞ്ഞ് ആ സാറ് സീരിയൽ ആക്കിയില്ലേ? അതേപോലെ എനിക്ക് കണ്ടന്റിന് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പുതിയൊരു കണ്ടന്റ് വേണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെക്കുവേ. സാറ് സമാധാനമായിട്ട് നല്ലൊരു കണ്ടന്റ് കിട്ടുമോ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. ഓ, അന്വേഷിക്കാം. നല്ലൊരു കണ്ടന്റ് കിട്ടാൻ ഞാൻ എന്ത് ദൈവമേ, നല്ലൊരു കണ്ടന്റ് കിട്ടണം ദൈവമേ, നല്ലൊരു കണ്ടന്റ് കിട്ടണേ. മനുഷ്യ എന്താന്നടി നിങ്ങൾ ഇവിടെ കഥ എഴുതുവാന്നോ അതോ മുട്ട ഇടുവാന്നോ? എടി, ഒരു കലാകാരന്റെ സൃഷ്ടിയാണ് ഇത്. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവന്റെ കുഞ്ഞുങ്ങളാ. ഇതൊക്കെയോ? എന്റെ മക്കളെ, അച്ഛന്റെ കൂട്ട് തറ കിടക്കാതെ പോയി കട്ടിലേ പോയി കട. നാണം കെടുത്തല്ലേ. എടി, ഞാൻ ഇവിടെ ഇന്നലെ എഴുതി വെച്ചിരുന്ന കുഞ്ഞമ്മയ്ക്ക് ഒരു അരങ്ങാണെന്ന് പറഞ്ഞ സീരിയലിന്റെ സെന്റർ പേജ് എവിടെ? ഇന്നലെ ഉച്ചയ്ക്ക് കാപ്പി തിളപ്പിച്ചതേ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ അരഞ്ഞാണം ഇട്ടിട്ടായിരുന്നു. നീ ഈ അഹങ്കാരം കാണിക്കുന്ന ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നീ ഈ വീട്ടിൽ കിടന്ന് അഹങ്കാരം കാണിക്കുന്നത്. നിങ്ങളുടെ അമ്മ എന്റെ അമ്മായിയമ്മ. അതെ, നിങ്ങൾ സീരിയലിൽ തിരക്കഥ എഴുതുന്ന പോലത്തെ അമ്മായിയമ്മ അല്ല. എന്നെ ഇവിടെ മരുമോളായിട്ടല്ല, മോളായിട്ട് എന്നെ കൈക്കുമ്പിളി കൊണ്ട് നടക്കുവായിരുന്നു. അവരെ പറ്റി എന്തെങ്കിലും ഒരു അനാവശ്യം നിങ്ങൾ പറഞ്ഞാ നിങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. നീ എവിടെ പോകും? ഞാനും അമ്മയും കൂടെ ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. അത് ലോജിക്കലി ശരിയാവും. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി തിരുമുന്നിൽ. എന്റെ ബിന്ദുമോളെ, അമ്മയുടെ ഈ പുതിയ ബ്ലൗസ് എങ്ങനെ ഉണ്ടടി? എന്റെ അമ്മയെ അടിപൊളി ബ്ലൗസ് അമ്മ. ഇതും ഇട്ടോണ്ട് അമ്മ കല്യാണത്തിന് പോയാ കല്യാണ പെണ്ണ് അവിടെ ഓടിപ്പോ. അമ്മേ നാണം വന്നിട്ട് ചിരിച്ചതാ. പിന്നെ മോളെ, ഇതെന്തോ അമ്മയുടെ കയ്യില്? അല്ല, സൂചി ഇതേ, ഇതിന്റെ ഒരു ഹുക്ക് പോയി മോളെ, അതൊന്ന് വയ്ക്കണം. എന്റെ ദൈവമേ, അതെങ്ങാനും കൈ കൊണ്ട് കയറി കൈ സെപ്റ്റിക് ആയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. ഞാൻ ഇത് തൂത്ത് വാരിയിട്ട് അമ്മയ്ക്ക് ഞാൻ തയ്ച്ചു തരാം. കൂടെ മാറ്റി എടുത്തു പോയി. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ച് എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കില്ല. ഭയങ്കര സ്നേഹാന്നേ. ചുന്ദരി പെണ്ണിന്റെ കാലൊന്ന് കാണിച്ചേ. എന്നാ കാല എന്തുവാ? ആണി. അതാണോ ഞാൻ ചോദിച്ചത്? കാല വിരളിൽ എന്തോ അടിച്ചു വെച്ചേക്കുന്നേന്ന്. ദൈവമേ, ജനലടിക്കാൻ പറ്റുന്ന പെയിന്റ് നിങ്ങൾ അമ്മയെ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ കാല ക്യൂട്ടസ് ഇട്ടപ്പോ അത് ക്യൂട്ടസ്. ഐശ്വര്യ റായുടെ കാലിലിട്ട ഇത്രയും ഭംഗി വരുമോ? ഒന്ന് നോക്കിക്കേ. ഇന്ന് വൈകുന്നേരം നമുക്ക് രണ്ടുപേർ കൂടെ ബ്യൂട്ടി പാർലറിൽ പോണം. അയ്യോ, എന്തിനാ മോളെ ഈ വയസ്സാകാലത്ത് ഇനിയിപ്പോ ബ്യൂട്ടി പാർലറൊന്നും ഞാനില്ല. അമ്മയുടെ മുടി നിവർത്താന്ന്. അത് മുടിയാകാല്ലാണ്ട് കാലം കൂടെ അല്ലാതെ നിവർത്താനായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി അമ്മയുടെ മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യിക്കാന്ന്. എടി, അതിന് നീ അമ്മയെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞു കവറിനകത്തൊക്കെ ആ തിരുപ്പം കൊണ്ടുപോയിട്ട് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് വന്നാ പോരെ. അമ്മയുടെ മുടി തിരുപ്പനാണെന്ന് നിങ്ങൾക്കും എനിക്കും അമ്മയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അമ്മ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അമ്മേ. നമുക്കിന്ന് പോയിട്ട് ഒരു പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ അങ്ങ് ചെയ്യാം. അയ്യോ, തലയിലൊക്കെ എക്സലേറ്റർ വെച്ചേണ്ടി വലിയ പാടല്ലേ വെച്ചേ? എസ്കലേറ്റർ അല്ലമ്മേ, സ്ഥിരമായിട്ടും ഒരു മുടി അങ്ങ് വെക്കാവുന്ന തിരുപ്പൻ. അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എന്റെ മോള് പറഞ്ഞാ എന്തും ചെയ്യും ഞാൻ. കുറെ കാലമായിട്ട് ഞാൻ പറയുന്നില്ല അമ്മയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലടി. ഞാൻ എടുത്തു കൊടുത്തു. ഇപ്പൊ അമ്മയ്ക്ക് എന്തോരം ഫോളോവേഴ്സ് ആണെന്ന് അറിയാമോ? ഇൻസ്റ്റയിലെ പേരെന്ന് പറഞ്ഞു കൊടുത്തേമ്മേ. ദക്ഷാപാർവതി. എങ്ങനെ? ദക്ഷാപാർവതി. ദാക്ഷായണി, വീട്ടില് പാറക്കുട്ടി, ദക്ഷാപാർവതി. ഒരു രക്ഷയില്ല എന്റെ പൊന്നമ്മ. മനുഷ്യ ഒന്നിങ്ങി വന്നേ. അതെ, നമ്മൾ ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അമ്മയ്ക്ക് ഒരു തുണ വേണ്ടേ? അമ്മയ്ക്ക് കഴിഞ്ഞ ഓണത്തിനല്ലേ തുണി വാങ്ങിച്ചു കൊടുത്തത്? തുണിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ? ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ? ഞാൻ അറിഞ്ഞതിരിക്കട്ടെ,
എന്റെ അമ്മയായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പുറത്താണ്. അറിയല്ലേ? അമ്മ, എന്താടാ അവള് പറഞ്ഞത്? ഒന്നുമില്ലമ്മ. എടാ, എന്താടാ അവള് പറഞ്ഞത്? അവളെ വായിന്നൊരു പൊട്ട വാക്ക് വന്നു. എന്നാ പറ നീ. ഇവിടെ പറയുവാ അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണമെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞ തെറ്റാന്ന് അമ്മ അങ്ങ് ക്ഷമിച്ചേരമ്മേ. എന്നടാ അതിനൊരു തെറ്റ്? നല്ല കാര്യമല്ലേ? ആ പിന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരെ വളച്ചുകൂട്ടി സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുവാ. കണ്ണാപ്പി പോപ്സ്. ദൈവമേ, എന്റെ സീരിയൽ എടുത്ത് ഈ വീടോട് അങ്ങ് മുടിഞ്ഞു പോവല്ലോ ഈശ്വര. എന്തുവാടി ഇങ്ങനെ വിഷമിക്കണേ? പിന്നെ എന്റെ അച്ഛന്റെ അണ്ട. എന്റെ ദൈവമേ, അയ്യോ. അവൾ അച്ഛൻ രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയണെന്തിനമ്മ? എടാ പ്രാന്ത, അച്ഛൻ രണ്ടെന്നല്ല പറഞ്ഞേ. എന്നാ കൊച്ചിന്റെ അച്ഛന്റെ ആണ്ടാന്ന്. അയ്യോ, നാരായണൻ കൊച്ചേട്ടൻ എന്ത് സ്നേഹമായിരുന്നേ. അയ്യോ, ഇങ്ങോട്ട് കേറി വരുമ്പോ ആ പടിക്കെട്ടിന് താഴെ നിന്നൊരു ഒറ്റ വിളിയാ, പറു മോളെ മോളെ, പറു മോളെ മോളെ. ആ വിളി കേക്ക ദൈവമേ. എന്റെ അച്ഛനും ഇവിടത്തെ അച്ഛനും തമ്മിൽ എന്തോ ഒരു കൂട്ടായിരുന്നല്ലോ അമ്മേ. പിന്നെ എന്തൊരു അച്ഛനായിരുന്നു, എന്നാ സ്നേഹാർന്നു അറിയാമോ? എന്റെ കെട്ടിയോൻ ഞാൻ വരച്ച വരയിൽ നിൽക്കും. അങ്ങേര് റേഷൻ കടയിൽ പോയിട്ട് വന്നതാ. സീബ്ര ലൈനിന്റെ വര കണ്ടപ്പോ അവിടെ നിന്ന് പാണ്ടി ലോറി കേറിപ്പോയിടി. പുള്ളി വിചാരിച്ച ആ വര ഞാൻ വരച്ചു വച്ചേക്കുന്നതാണ്. എന്നാലും എനിക്കിപ്പോ വലിയ വിഷമമൊന്നുമില്ലമ്മേ. ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം മുഴുവൻ എനിക്ക് അമ്മ തരുന്നത് കൊണ്ട് എനിക്ക് അത് മതി. നിനക്കത് മതിയല്ലേ? മതി. സന്തോഷമായല്ലേ? ഭർത്താവായ എനിക്ക് ഒരു ചായ ഇട്ടുണ്ടോ? എന്തോന്ന്? ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ. അമ്മയുടെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ട് മതി. ഇവിടെ ആർക്ക് ചായയും കാപ്പിയല്ല. ദേ, അമ്മയ്ക്ക് ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ചായ കലക്കിക്കൊണ്ട് വരട്ടെ. അതിനെ പറ്റി ഒരു കാര്യം, നീ ആ ഒരു ചായ അവന് കൊടുക്ക. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്ത്? ഇരിക്കുന്ന കണ്ടില്ലയോ? ദേ, അമ്മയുടെ ആരോഗ്യം ഒന്ന് നോക്കിക്കേ. തടി കൂടി കൂടി വരുവാ. ഞാൻ പോയി ബൂസ്റ്റ് ഇട്ട ഒരു ചായ കലക്കിക്കൊണ്ട് വരട്ടെ അമ്മേ. മോളൊരു കാര്യം ചെയ്യും, മോള് ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പൊ അതും കൂടി പോകാൻ എന്റെ കൊച്ചു നടന്ന് കൊച്ചിന് പറ്റില്ലാണ്ടാകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ സാർ, കണ്ടന്റിന്റെ കാര്യം എന്തായി? സാറേ ഞാൻ നോക്കിയിട്ട് ഒരു കണ്ടന്റും ഇല്ല. ഈ നാട്ടുകാർ അയൽവാസികളെല്ലാം ഞാൻ കണ്ടന്റ് തപ്പി പോകണം, കാരണം അവര് നാട് വിട്ടു പോയിക്കോ സാറേ. ഇവിടെ താൻ എന്തിനാ അയൽവാസി നോക്കുന്നത്? തന്റെ കുടുംബത്തെ കഥ പറഞ്ഞാ പോരെ? എന്റെ കുടുംബത്തിലാ? ആ, അത് ശരിയാണല്ലേ? ആ, എന്റെ വീട്ടിൽ തന്നെ കണ്ടന്റിന് പഞ്ഞു. സാറൊരു കാര്യം ചെയ്യും, ഷൂട്ടിങ്ങിൽ ലൊക്കേഷൻ ക്ലിയർ ചെയ്തോ, ഞാൻ കണ്ടന്റും കൊണ്ട് നേരെ അങ്ങ് വന്നേക്കാം സാറേ. ഓക്കെ. ബൂസ്റ്റ് ഇട്ട ചായ എങ്ങനെ ഉണ്ടമ്മേ? കലങ്ങിയില്ല. കലങ്ങിയില്ല അമ്മായിയമ്മ മോളെ, ഞാൻ എന്ന് കലക്കും. ഇതിലപ്പുറം കണ്ടന്റ് എനിക്ക് വേറെ എവിടെ കിട്ടാ ഈശ്വര. പുതിയ ബ്ലൗസ് കിട്ടണ്ട കല്യാണത്തിന്. അയ്യോ, ഞാനിവിടെ വെച്ച എന്റെ ബ്ലൗസ് എന്തിടാ? എനിക്ക് ഷർട്ട് ഇടാൻ നേരമില്ല, പിന്നെ നമ്മുടെ ബ്ലൗസ് എടുത്തിടാൻ പോവാ. ഞാൻ കണ്ടില്ല. എന്നാലും ഞാനിത് ഇവിടെ വെച്ചത് ഇത് ഉഴുതുകൊണ്ടിരുന്ന കാളനെ കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ മാതിരിയായല്ലോ. എവിടെ വെച്ചതാ അമ്മ? ഞാനിത് മേശപ്പുറത്ത് വെച്ചതാണ്. ഇവിടെ വെച്ചിരുന്നാണോ? ആ, അയ്യ, ആ തുണിയാണോ അവളെടുത്ത് ആ വേസ്റ്റ് വെള്ളത്തിനകത്തിട്ടത്? ആര്? എന്റെ ഭാര്യ. നീ പോടാ, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൾ എന്റെ സ്വന്തം മരുമോളോ അവള്. ഞാനാണോ നിങ്ങളുടെ കുഞ്ഞ്? അതാണോ നിങ്ങളുടെ കുഞ്ഞ്? നീയാണ് എന്റെ എന്നെ വിശ്വാസം ഉണ്ടാ? വിശ്വാസമുണ്ട്. അമ്മേ, നിങ്ങൾ കല്യാണത്തിന് പോയി അങ്ങനെ വിലസണ്ടെന്നും പറഞ്ഞ് അവൾ ഈ വേസ്റ്റ് വെള്ളത്തിനകത്ത് നമ്മുടെ പുതിയ ബ്ലൗസ് എടുത്തിട്ട് അമ്മേ. എന്റെ ബ്ലൗസാ? എന്റെ ദൈവമേ, അയ്യോ, എന്റെ പുതിയ ബ്ലൗസ്. അയ്യോ ദൈവമോ, ദൈവമോ. അമ്മ ചോദിക്കണം. ഞാൻ ചോദിക്കും. എവിടെയാ അവള്? ബിന്ദു, എന്തോ അമ്മേ? നീ എന്നെ പരിപാടിയാണ് നീ കാണിച്ചേ? ഞാൻ എന്തോ കാണിച്ച്? മെനകെട്ട പരിപാടിയല്ലേ കാണിച്ചേ? ചായയിലും ബൂസ്റ്റ് ഇടുന്നത് മെനകെട്ട പരിപാടിയാണോ അമ്മേ? നീ ബൂസ്റ്റാണോ അതോ ഈസ്റ്റാണോ കലക്കി തന്നത്? എന്റെ ദൈവമേ, രാവിലെ ഞാനെങ്ങും പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാ പുളിച്ച തെറി ഞാൻ പറയും. നീ എന്റെ പുതിയ ബ്ലൗസ് എന്തിനാണ് വെള്ളത്തിലിട്ടത്? അയ്യോ, ഞാൻ അമ്മയുടെ പുതിയ ബ്ലൗസ് വെള്ളത്തിൽ ഇട്ടിട്ടില്ല അമ്മേ. നീ വെള്ളത്തിലിടും, എനിക്കറിയാം. ഞാൻ 10 പേരുടെ മുമ്പിൽ നന്നായിട്ട് നടക്കണേന്റെ കുശുമ്പാണ് നിനക്ക്, കുശുമ്പ്. അമ്മ, എനിക്ക് എന്തിനാ അമ്മേ കുശുമ്പ്? എന്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തരത്തില്ലേ? നീ മുക്കണേലും മിടുക്കിയാണ്, മുക്കിച്ചി. എനിക്ക് മുക്കാനും ഒന്നും പറ്റത്തില്ല. ഞാൻ മുക്കിയിട്ടില്ല അമ്മേ. നിനക്ക് മുക്കാനും പറ്റിക്കാനും പറ്റത്തില്ലെന്നോ? എനിക്കറിയാടി നീ അത് ചെയ്യൂന്ന്. നീ മുക്കണേന്റെ മെയിലാണെന്ന്. നീയാണ് വെറും വൃത്തികെട്ട ജന്തു. വൃത്തികെട്ട ജന്തു. അമ്മായിയമ്മ മരുമകളെ വൃത്തികെട്ട ജന്തു എന്ന് വിളിച്ചപ്പോൾ മരുമകൾ ദേഷ്യപ്പെടുമോ അതോ സങ്കടപ്പെടുമോ? ഞാൻ നിങ്ങളുടെ ബ്ലൗസ് എടുത്ത് മുക്കിയെന്നോ? നിങ്ങൾ എവിടെ കണ്ടിട്ടാ ഇത് പറയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എടി, നീ മുക്കിയുടെ അതിന്റെ സകല തെളിവ് എന്റെ അടുത്തുനിന്ന് ധൈര്യം ഇങ്ങോട്ട് പാടി. നിങ്ങൾക്ക് ധൈര്യം ഇങ്ങോട്ട് വാകളവി. എന്റെ പട്ടി വരും. അമ്മ, സ്വർണ്ണം. കല്യാണത്തിന്റെ അന്ന് 3-ാം പക്കം എന്റെ മോനെ കൂടി സ്റ്റേഷനിൽ കയറ്റിയോളൂ. അവള് ഇവിടെ ഒറ്റ കൊടുത്തി. ഞാനോ? ഞാൻ ഇട്ടോണ്ട് വന്ന എന്റെ ആഭരണങ്ങൾ മുഴുവൻ പണയം വെക്കാൻ നിങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞു. നീ ഇട്ടുകൊണ്ട് വന്ന ആഭരണങ്ങൾ മൊത്തം മുക്കുമുണ്ടാന്ന് ഞങ്ങൾ അറിഞ്ഞോ? ധൈര്യം കൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞല്ലേ? എന്റെ
പട്ടി ഒരു നിന്റെ അച്ഛന്റെ കാര്യം പറ, അച്ഛന്റെ കാര്യം. എന്റെ അച്ഛനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എനിക്ക് ഈ ഗതി വരുമായിരുന്നു. എന്റെ അച്ഛൻ നേരത്തെ പോയതുകൊണ്ടല്ലയോ എനിക്ക് ഈ അവസ്ഥ വന്നത്. അച്ഛൻ അങ്ങനാടി നേരത്തെ പോയത് പറയടി. മനന്നൊന്ന് ആത്മഹത്യ ചെയ്തതല്ലയോ. മനന്നൊന്ന് ആത്മഹത്യ ചെയ്തത് ഇവരുടെ വീടിന്റെ അപ്പുറത്തെ ഷീലയുടെ കുളിമുറിയില് ഓല മാറ്റി ഷീറ്റിട്ടേലും മനന്നൊന്നല്ലേടി കിളവ കെട്ടി ചത്തത് അല്ലേടി. സഹോദരൻ എന്റെ സഹോദരൻ ഇപ്പൊ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പൂ പറിക്കുന്ന പോലെ എടുത്തോണ്ട് പോയേനെ. ഇവന്റെ സഹോദരന്റെ സർവീസിനെ പറ്റി ഒന്നും പറയണ്ട. രോഗിനെ കൊണ്ടുപോയ ആംബുലൻസ് ഓവർ സ്പീഡാന്ന് പറഞ്ഞുകൊണ്ട് പെറ്റി അടിച്ചിട്ടല്ലടി അവൻ ജോലി പോയി വീട്ടിൽ കയറിയിരിക്കുന്നത് അല്ലേടി. അല്ലേടി എന്റെ നാട്ടിലെ പാട്ടല്ലേ, പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണം? യു കണ്ടിന്യൂ. ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞപ്പം എന്റെ കൂടെ അണിഞ്ഞൊരുങ്ങി വരാൻ നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നല്ലോ കളവി. എനിക്കറിയാടി നീ എന്നെ ബ്യൂട്ടി പാർലറിൽ വിളിക്കുന്നത്. എന്റെ മുഖത്ത് ചായ തേച്ച് കോക്കാം ബീച്ച് കാണിച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്താനല്ലേ. എന്റെ ദൈവം എന്റെ കൂടപ്പുറപ്പുകളെ ഞാൻ ബ്യൂട്ടീഷ്യനിൽ പോവാറില്ല. ഞാൻ ഇതുവരെ ബ്യൂട്ടീഷ്യനിൽ പോയി എന്റെ കാരണന്മാർക്ക് നല്ല കോലം ഉണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ബ്യൂട്ടീഷ്യൻ പോയിട്ടില്ല. ഇവളല്ലേ നാണം കെടുത്താൻ വേണ്ടി മാത്രം ചെയ്തത്. നിങ്ങൾ ഇനി കൂടുതൽ വർത്തമാനം എന്നെ കൊണ്ട് പറയിക്കരുത്. നട്ടല്ല അല്പം ഒടുങ്ങാത് കിടിലം കണ്ടല്ലേ എനിക്ക് കിട്ടിയത്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. എന്ത്? ഇനി അമ്മായിയമ്മയും മരുമോളും കൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ ഞാൻ ഈ വീട് കത്തിക്കും. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയാൻ വീട് കത്തിച്ച് കിഴങ്ങ് ചുട്ടി തിന്നൂന്ന്. കിഴങ്ങ നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി വല്ല പ്രാന്താശുപത്രിയിലൂടെ. നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി പ്രാന്താശുപത്രിയിലൂടെ. നിങ്ങളുടെ തള്ളക്ക് പ്രാന്ത കൊണ്ടുപോയി പ്രാന്താശുപത്രിയിലിടെ. അങ്ങനെ പയ്യപ്പറ സ്പീഡിൽ പറഞ്ഞ് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റും. എനിക്കല്ലടി, നിനക്ക് നിന്റെ കുടുംബക്കാർക്ക് കൂടി പ്രാന്ത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമയെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലേ? ഇവരൊക്കെ കുടുംബം എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ അറിയാമുള്ളതായിട്ടല്ല, ഞാൻ പറയുകയും ചെയ്യും. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോ അത് തൂക്കും. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞേനെ, അറിയാവോ? ഈ വീട്ടിനകത്തോട്ട് എന്റെ അച്ഛൻ കേറി വരുമ്പോ പറമോളേന്ന് വിളിച്ചോണ്ടല്ലേ വരുന്നേ. ഓ ദൈവമേ, എന്റെ ഉയിര് പോയി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം ഇപ്പൊ ഉണ്ടാക്കിക്കോണം. ദേ നമുക്ക് ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റാത്തത് ഇവരൊറ്റ ഒരുത്തി വരണോ. ഇത്രയും നല്ല രണ്ട് കുഞ്ഞിക്കാലി ഇവിടെ ഉള്ളപ്പോ ഇവർക്കിനി എന്തിനാ വേറെ കാര്യം? എന്റെ നൈറ്റ് ഞാൻ ചിലപ്പോ പൊക്കും, ചിലപ്പോ താത്തും. അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വന്തം കാര്യം നോക്കാൻ ത്രാണിയുള്ള ആനക്കുട്ടിയായിട്ടല്ല ഞാൻ നിന്നെ. ആൺകുട്ടി എന്റെ ഈ വി പോയിട്ട് നോക്കുമ്പോ നീ ആനക്കുട്ടി തന്നെ. നിങ്ങൾ അറിയണം, നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കേറ്റട മാതിരിയാ ഞാൻ ചോറ് ഉരുട്ടി 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 ഇവന്റെ വായയിൽ തള്ളിയത്. അറിയാവാ, നീയുള്ള വീട്ടില് ഞാനിനി ഒരു നിമിഷം നിൽക്കൂട്ടോ. ഞാനും ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കത്തില്ല, പോകുക. അമ്മായിയമ്മയും പിണങ്ങിപ്പോകുന്നു, മരുമകളും പിണങ്ങിപ്പോകുന്നു. അപ്പോ വീട്ടിലുള്ള കാരണവന്മാർ കിഴങ്ങന്മാർ പട്ടിണിയാവും. അത് അനുവദിക്കാൻ പാടില്ല, അവരെ തടഞ്ഞേ പറ്റുള്ളൂ. മനമറിയുന്നോള് ഇവളാ കെട്ടോള്, മനമറിയുന്നോള് ഇവളാ കെട്ടോള്. കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ പാട്ടുപെട്ടി പോ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്. ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടി ഒട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. ഞാൻ ഇവിടുന്ന് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ എന്നോട് അവിടെ ഡ്യൂറ്റ് പാടണം. ഞാൻ ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം നിൽക്കൂല, ഞാൻ വല്ല പരിപാടിയിലും പോയി കിടന്നു. എന്റെ സ്റ്റാറ്റസ് കാണണ്ടേ? നിന്റെ സ്റ്റാറ്റസ് ഞാൻ എന്നും രാവിലെ നോക്കണ്ട്. എടാ മനുഷ്യർക്ക് കാണാൻ കൊള്ളാവുന്ന വല്ല സ്റ്റാറ്റസ്. എനിക്കൊരു നിലയും വിലയും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ മോനെ, നിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് അകത്ത് കിടന്നിട്ട് ഇടയ്ക്ക് ഞാൻ എടുത്ത് മടക്കിയതാ, കക്ഷത്തിൽ ഒതുങ്ങല്ലാതെ. ഇതെവിടെ പോകുന്നു? ഞാനും പോകുന്നു. എനിക്കും എന്റെ സ്റ്റാറ്റസ് നോക്കണം. എന്റെ സാരിയുടെ പ്ലേറ്റ് പിടി. കണ്ടാ കണ്ടാ ഇപ്പൊ എന്തെല്ലാം പണിയെടുക്കണം നോക്കി. കല്യാണത്തിന് മുമ്പ്
ഒരു പൊരിച്ച മീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറിച്ചിടാൻ മടിയായിട്ട് അതിന്റെ ഒരു സൈഡ് മാത്രം പിച്ചി പറിച്ച് തിന്നണ പ്രാന്തൻ കണ്ടോ? നീ എന്തെല്ലാം പണിയെടുക്കണ നോക്ക്. ഞങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കത്തില്ല. നിൽക്കില്ല, ഞാൻ പോവും. രണ്ടുപേരും പോകുമല്ലേ? ഞാൻ രണ്ടുപേരും പോവും. എങ്കിൽ എനിക്കൊരു കാര്യം പറയാം. എന്നത്? എന്റെ സീരിയൽ കൊണ്ടാണല്ലോ ഈ വീട് പോഞ്ഞു പോകുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ കത്തിച്ച് നമ്മള് കഞ്ഞി വെക്കണത്. അതല്ലേ പിന്നെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു എന്റെ സീരിയൽ എടുത്ത് കൊള്ളത്തില്ല, നല്ലൊരു കണ്ടന്റ് വന്നില്ലെങ്കിൽ എന്നെ തൂക്കി മാറ്റി വേറെ ആളെ വെക്കുമെന്ന്. അങ്ങനെ നല്ലൊരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി അമ്മ പുതിയ ബ്ലൗസ് എടുത്ത് അഴുക്ക വെള്ളത്തിൽ മുക്കി വെച്ച ഞാൻ എങ്ങനെ ഉണ്ട് അമ്മ എന്റെ പ്രാങ്ക്? ഇത് പ്രാങ്ക് അല്ല, നിനക്ക് മതിച്ച കണ്ടാടി അമ്മ എന്നെ അടിച്ചത്. എന്തോ ചെയ്യുമായിരുന്നു കണ്ടന്റ് എന്റെ കണ്ടന്റ് നമുക്ക് പോടി. നമുക്ക് പോയേക്കാം. അല്ല ഹലോ, അങ്ങനെ അങ്ങ് പോയാലാ? ഇത് ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാ മതി. എടാ പ്രാന്ത, അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ക്ലൈമാക്സ് ഉണ്ടോ? ഇല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. നല്ല അമ്മായിയമ്മയും നല്ല മരുമോളും നല്ലൊരു മോനും കേട്ടോ. മോനാണ് നല്ല കയ്യിൽ പ്രത്യേകിച്ച് കൊടുക്കണം. നസീർക്ക നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. സബ്ജക്റ്റ് സത്യം പറഞ്ഞാലൊരു പഴമയുള്ളതാണ്, പക്ഷേ നിങ്ങളുടെ അവതരണ ശൈലി അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നല്ല രസമായിട്ട് 3 പേരും നല്ല രസമായിരുന്നു. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ ഇച്ചിരി ലാഗ് പോലെ ഫീൽ ചെയ്ത് വലിഞ്ഞതുപോലെ, എന്നാൽ എൻഡിലേക്ക് വന്നപ്പം അത് ഭയങ്കര ഗുമ്മായി കയറി. മൊത്തത്തിൽ നല്ലതായിരുന്നു. 3 പേരും നല്ല രസമായിരുന്നു. പ്രദീപ് പ്രത്യേകിച്ചും നന്നായിരുന്നു. ഫീമെയിലും നന്നായിരുന്നു, മെയിലും നന്നായിരുന്നു. എല്ലാവരും ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു ചേട്ടാ. പ്രസാദേ, പ്രദീപേ, സൂര്യശ്രീ, നല്ലൊരു എനർജി ഉണ്ടായിരുന്നു സ്കിറ്റ് മൊത്തത്തിൽ കാണാൻ. രസമുണ്ടായിരുന്നു. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ഒന്ന് ലാഗ് ചെയ്ത് വരുന്നില്ല. അതായത് നല്ല തമാശകളിലേക്ക് കിടക്കാൻ കുറച്ച് സമയം എടുത്തു. ഉടക്കി കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഭയങ്കര തമാശകളായിരുന്നു. ഒരുപാട് തമാശകളുണ്ടായിരുന്നു. 3 പേരും പിന്നെ നമ്മളെടുത്ത് പറയേണ്ടതില്ല, 3 പേരും നല്ല ഉഗ്രം പെർഫോമേഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പ്രതിവിനെ മറ്റേ കോമഡിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും നല്ല 2 കുഞ്ഞിക്കാൽ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ വേറെ കാല്? അയ്യോ, അത് ഉഗ്രനായിരുന്നു. അങ്ങനെ കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. സൂര്യശ്രീ, ഇവരുടെ 2 പേരോടൊപ്പം ഇടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കഴിവല്ല കേട്ടോ. താങ്കൾ ഉഗ്രൻ ഒരു ആക്ട്രസ്സാണ്. പ്രതിഭ ഒരുപാട് ചിരിച്ചു. ഉഗ്രൻ തമാശകളുണ്ടായിരുന്നു. നസീർക്ക പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ചൊരു ലാഗ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പ്രസാദെ, സംശയമില്ല, അടിപൊളി. ഡാൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കൊടയുടെ അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വേറൊരു മൂഡായി പോയി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുകുട്ട ചേട്ടാ. പ്രസാദേ, പ്രദീപേ, സൂര്യ, ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ സീരിയലിൽ കണ്ടന്റ് കുറവാണെങ്കിലും നിങ്ങളുടെ കണ്ടന്റ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഉഗ്രം കണ്ടന്റ് ആയിരുന്നു നിങ്ങളുടെ. ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാരണം പ്രദീപിനെയും നമ്മുടെ പ്രസാദിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ കാണുമ്പോൾ, ടി വി കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ പ്രതീക്ഷിക്കും. അപ്പോൾ അതുതന്നെ ഞങ്ങൾ ആദ്യം തന്നപ്പോൾ ഒരു ചെറിയൊരു ഒഴുക്കിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, തമാശയുടെ കുറവുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മൾ ക്ലൈമാക്സിലൂടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിങ്ങൾ 1, 2, 3 എന്നാണ് നിങ്ങൾ 100ലേക്ക് എത്തുന്നത്. പിന്നെ ഈ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തിരിച്ച് പ്രസാദ് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞത് നന്നായി. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വീണ്ടും ഒരു സൗമ്യമായിട്ടുള്ളൊരു വീട്ടിലേക്ക് വന്നല്ലോ, ഒരു അച്ചടക്കമുള്ളൊരു വീട്ടിലേക്ക് വന്നല്ലോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. മാർക്സ് ഷാജൻ ചേട്ടാ. ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കും. 10,000 രൂപ 10 മാസം. ഓക്കെ, ബിജുകുട്ട ചേട്ടാ. ഞാനൊരു 12,000 രൂപ. അപ്പോൾ ടോട്ടൽ 22 മാർക്ക്, 22,000 രൂപ. നസീർക്ക, ഞാൻ അറിഞ്ഞങ്ങ് കൊടുത്തേക്കാം. ടോട്ടൽ 50,000 രൂപ. അടിപൊളി, നല്ല മാർക്കാണ്. പക്ഷെ ഇതിലും കൂടുതൽ വാങ്ങിക്കാം അടുത്ത പ്രാവശ്യം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ലെറ്റ്സ് വെൽക്കം ഷജീർ, അമൽ ആൻഡ് ചിത്തൻ ചേട്ടൻ. ഐറ്റം കൊള്ളാം. ഹലോ അച്ഛാ, എന്തുവാടാ? പഞ്ചാബിലെത്തി അന്നെ മുടിഞ്ഞ തീയായിരിക്കും. നീ അവിടുന്ന് ഇച്ചിരി മാറി നിന്നോ. എന്നിട്ട് അവിടുന്ന് ഒരു ആംബുലൻസ് വിളിച്ച്, ആംബുലൻസ് അല്ല ഫയർഫോഴ്സ്. തുടക്കം തന്നെ വെറുപ്പിക്കാതെ നല്ല എന്തെങ്കിലും പറയാൻ പാടില്ല അച്ഛാ. നല്ല എന്തേലും നീ ഇങ്ങോട്ടൊന്ന് പറഞ്ഞതാ. പിന്നെ അച്ഛാ, ഈ പഞ്ചാബിലെ ആൾക്കാർ മൊത്തം ഹിന്ദിയാണ് അച്ഛാ സംസാരിക്കുന്നത്. എന്ന് മുതൽ
ആ ഇപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോ മുതൽ ഹിന്ദിയാ സംസാരിക്കണത്. ഒരു കാര്യം ചെയ്യും, നീ അതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട, അത് വലിയ പ്രശ്നത്തിൽ തീരും. ആ ഇല്ല, നീ ആയിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പോകണ്ട. ആ ഇല്ല ചെല്ല. ബിജുക്കുട്ടനെ കിട്ടിയോ? കിട്ടി കിട്ടും ചെയ്ത് കഴിക്കുകയും ചെയ്ത്. എന്തുവാ ബജിയും കട്ടനും. എടാ പൊട്ട, ബിജുക്കുട്ടനെ കിട്ടിയോന്ന്? ബിജുക്കുട്ടനെ കിട്ടിയില്ല. നിന്റെ അമ്മയുടെ ജിമുക്കും കമ്മലും എന്റെ അച്ഛൻ കട്ടോണ്ട് പോയാ? അല്ലെന്ന് പണയം വെച്ചിട്ടാ നിന്നെ അങ്ങോട്ട് വിട്ടേക്കുന്നേ. അച്ഛൻ പേടിക്കണ്ട, ഞാൻ നാട്ടിൽ വരുമ്പോ നമ്മുടെ ബിജുക്കുട്ടനെ കൊണ്ടേ വരൂ. ഇനിയിപ്പോ പഞ്ചാബിൽ നിന്ന് ബിജുക്കുട്ടനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പറവൂറുള്ള ബിജുക്കുട്ടനെ കൊണ്ട് ഞാൻ വരും. കൂടെ വന്നേക്കണേ സുഹൃത്തെ, വരാണ്ടിരിക്കല്ലോ, ഒരാളെ കാണിച്ചാൽ മതി എനിക്ക്. काले रंग दा परंदा मेरे सजना ने आंदा सोनिए मैं पप्पा भार नच्चा मेरे यार सोनिए ए सदके मैं गावा सोनिए नी हाय लख बार सोनिए ओ जिंद तेरे नाम दी सोनिए ओ तेरा जानी सोनिए और किंगनी काज वंद किन्नरम हीटियरिगे ओ ചോളം കൊയ്ത് കുറുകു തെന്നലേ പഞ്ചാബിന്റെ കുളിരും നെഞ്ചമേ ബിജുക്കുട്ടാ तू कौन है? उसामा का बेटा है, कबू का है, मेरे घर का पत्नी का डांस वाला जाना है। अरे कुछ नहीं भाई, तेरे बॉस तेरे भैया मैंने सो गया तो क्या बड़ा क्या कहा? कौन है तुम है? പോപ്കോൺ है। कौन है ये क्या अरे है? क्या भैया पॉपकॉर्न है? നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഇവനെ മനസ്സിലായി, ഇവൻ എന്റെ ബിജുക്കുട്ടനാണ്. मैं बुजुकुट नहीं हूँ, मैं वीरेंद्र सिंह। ഈ വര പോലെ ഇരിക്കുന്ന നീ എന്താ വീരേന്ദ്ര സിംഗ്? എടാ നീ എന്റെ ബിജുക്കുട്ടനാണ്. बुजुकुट नहीं है, ബിജുക്കുട്ടൻ नहीं है? नहीं है, നീ എന്റെ ബിജുക്കുട്ടനല്ല. नहीं। ഫാൻസ് വേണടാ. ഇത്തിരി താടാ. അപ്പൊ നീ എന്റെ ബിജുക്കുട്ടനാണ്. നീ എന്റെ ബിജുക്കുട്ടൻ തന്നെ. ഞാൻ ബിജുക്കുട്ടൻ അല്ല. നീ ബിജുക്കുട്ടനല്ലേ? അല്ല, ഞാൻ കേരളത്തിൽ വന്നിട്ടുമില്ല, എനിക്ക് മലയാളം അറിയൂല. എന്റെ ചോറ്റാനിക്ക് അമ്മയുടെ സത്യം. പിന്നെ അവൻ ഏത് കുതാമി? ചോറ്റാനിക്കര അമ്മ എന്നല്ലേ പറഞ്ഞത്? അതെ പെങ്ങളെ. बोलो ना। ബാലുവല്ല, അനിക്കുട്ടൻ. अरे क्या पूछा बताइए, बता साइकिल में बोला साइकिल बताइए। ഇത് ഞാൻ ആരോട് പറയാനായിട്ടാണ്? അല്ല. നിങ്ങൾ 3 പേരൊന്ന് കേൾക്കണം. എന്റെ നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ബിജുക്കുട്ടൻ. പറവൂരല്ല, എന്റെ നാട്ടിൽ. ആ ബിജുക്കുട്ടൻ എന്റെ പെങ്ങളുമായിട്ട് ഭയങ്കര പ്രേമത്തിലായിരുന്നു. അവൻ പഞ്ചാബിലേക്ക് നാട് വിട്ടു. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അറിയാമോ, ഇന്ന് അവനെ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമോ. ഞാനിപ്പോ വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോരം പെമ്പിളർന്നറിയുമോ അവനോട് സംസാരിക്കാൻ എനിക്കത്. ആണോടാ? ആ ബിജുക്കുട്ടൻ നേരത്തെ പറഞ്ഞു നീ ബിജുക്കുട്ടനല്ല. എന്റെ ശാരദനാണ് സത്യം, ഞാൻ ബിജുക്കുട്ടനാടാ. എടാ ബിജുക്കുട്ടാ, എനിക്ക് വിശ്വാസമാടാ. ഹായ് പഞ്ചാബിച്ചി. छोड़ दो मुझे। അതുകൊള്ളല്ല കേറി വരികയാണല്ലോ. ഒന്ന് കിട്ടിയാലെന്താ? പഞ്ചാബിൽ നിനക്ക് കോലത്തിന്റെ ബിസിനസ് ആണല്ലോ. എനിക്ക് കുറെ നേരമല്ല നീ വീട്ടിൽ കയറി വന്നാൽ അത് വന്ന് പറയുന്നു क्या करने के आप पूछेंगे മലയാളവും പഞ്ചാബിയും കൂടി ഒരുമിച്ച് പറയണേ. അതെന്നാന്നറിയാമോ, ഞാനിങ്ങനെ വന്നപ്പോ അവളെന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ. അവസാനം അവള് മലയാളം പഠിച്ചു, ഉള്ള ഹിന്ദി മറന്നും പോയി. നിനക്ക് എനിക്ക് അറിയാൻ പാടില്ലേ? എനിക്ക് ഹിന്ദി അറിയാം. പറഞ്ഞാ കേക്കട്ടെ. തേരി മേരി പ്രേമിച്ചിക്കോ, തൂ കഹാനി പ്രേമിച്ചിക്കോ എന്ന് വെച്ചാ നീ വന്നതല്ല, നിക്കാതെ ഇറങ്ങി പോവാ. അപ്പൊ പാട്ടിന്റെ അർത്ഥം അതായിരുന്നല്ലേ? പാട്ടിക്ക് അറിയാറുന്നല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ കുറെ നേരമല്ലേ നീ തുടങ്ങിയിട്ട്. അങ്ങനെ ഇറങ്ങി പോകാൻ പറയും. നിങ്ങൾ ആരാണ്? ഞാൻ ആരാന്നോ? ഈ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ. അതെ, ഇദ്ദേഹം എന്റെ കൂടെ നാട്ടിൽ വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടി ഒരുപാട് ഇദ്ദേഹന്മാരും ഒരുപാട് ഇദ്ദേഹിമാരും കാത്തിരിപ്പുണ്ട്. എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയുണ്ടല്ലോ. പക്ഷെ നിന്റെ ഭാര്യ അതല്ല അവള് പറഞ്ഞത്. അതാണ് എന്റെ ഭാര്യ സിന്ധു. സിന്ധു? എനിക്ക് ഈ സിന്ധുവിനെ അറിയാം. എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവർക്കും ഈ സിന്ധുവിനെ അറിയാം. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എനിക്ക് അങ്ങനെ അറിയാടോ? സ്കൂളിൽ പഠിക്കാനുണ്ടല്ലോ. സ്കൂളിലോ? പഞ്ചാബ് സിന്ധു. ആ പഞ്ചാബിലെ സിന്ധു അല്ലേ ഈ സിന്ധു? മെനകെട്ടവൻ, അത് വേറെ സിന്ധു. എന്റെ ഭാര്യ സിന്ധു. ആണോ? അതെ, ഞാൻ ഇവിടുത്തെ ഇന്നും നിന്റെ സിന്ധുവിനെ തീരെ സംസ്കാരമില്ലടാ. ആര് പറഞ്ഞോണ്ട് എനിക്ക് സംസ്കാരം ഇല്ലെന്ന്? ആര് പറഞ്ഞോണ്ട് എനിക്ക് സംസ്കാരം ഇല്ലെന്ന്? എനിക്ക് സംസ്കാരം ഉണ്ടെന്നാ കേട്ടിട്ടില്ലേ? സിന്ധു നദിയുടെ സംസ്കാരം. എന്റെ സംസ്കാരം അതാ. ഇതെന്ത് സംസാരം ഉണ്ട്? നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടടാ? വഴിയെ മനസ്സിലാവും. ആണോ? ഞാൻ മറിക്കേ കൂട്ടുകാരൻ വന്ന കണ്ടില്ലേടി? പോയി ചായ എടുത്തിട്ട് വാടി. ആരെങ്കിലും കണ്ടാലോ? പോയി ചായ എടുത്തിട്ട് വാടി. അരേ ഭയ്യാ, പഞ്ചസാര ഡാലോ ഡാലോ.
ഈ പറഞ്ഞ ഹിന്ദി എനിക്ക് മനസ്സിലായി. ഞാൻ ഹിന്ദി പഠിച്ചു. എന്താ പറഞ്ഞറിയുമോ? പഞ്ചസാര ഇടാലോ ഇടാലോ, കൊഞ്ചം കൊഞ്ചം ഇട്ടോളൂ ഇട്ടോളൂ. ഈ മണ്ടന്മാരുടെ എന്നെ കൊണ്ട് ഇടുകയും ചെയ്തു. എന്നാണ് പറഞ്ഞത്? ഒരു ആത്മകഥാഗതം പറഞ്ഞതാ. എന്ത് പറ്റണം നിന്റെ മൂക്കിന്? എടോ ഒന്നും പറയണ്ട. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ, മലർന്ന് കിടന്നാണ്. ഏതോ പട്ടി ഒന്ന് മൂക്ക് അടിച്ചോണ്ട് പോടാ. ആകെ നീ കമിഴ്ന്ന് നടക്കാത്ത. അതന്നെ. അല്ല നീ ആശുപത്രി പോയില്ലടാ? ആശുപത്രി പോയി. എടേ പഞ്ചാബിലെ ആശുപത്രി ഒക്കെ ഇങ്ങനെ ഞാൻ കേറി പറഞ്ഞറിയുമോ? ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3. അത് കേട്ട് തലപുരത്തിന് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇത് പഞ്ചാബല്ലേടാ? പക്ഷെ എങ്ങനെയാണ് സാധനം? എങ്ങനെയാണ്? ടോക്കൺ നമ്പർ 5 കൗണ്ടർ നമ്പർ 3. രസമുണ്ടല്ലേ? അതിന് നല്ല രസം കാണണം. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. ഇതിനകത്ത് ചായല്ലടാ. അത് ഉള്ളിക്കളിച്ചു പോയി. ചോദിക്കരുത്, തള്ളക്കി വിളിക്കും. നിന്റെ ഭാര്യ എന്താടാ? ഒന്നും പറയണ്ട. പറയണ്ട, ഞാൻ പോയാ. അതല്ലെന്ന് ഞാൻ പറയാ. എന്റെ ഭാര്യ പിണങ്ങിപ്പോയി. എന്തിനാടാ? എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം അവളുടെ പേരിലായിരുന്നു. അവള് പിണങ്ങിപ്പോയി. എന്റെടാ, സാധാരണ ഭാര്യയുടെ പേരിട്ടില്ലെങ്കിലാ പിണങ്ങി പോണത്. നീ എന്ത് പേരാണ് ബിസിനസ് സ്ഥാപനത്തിൽ ഇട്ടത്? സന്ധ്യ ഫയർ ഹൗസ്. ഇതെന്നത് RR വായിച്ചു തന്നതാ. എന്റെ ദൈവമേ, ആറാറാ. ഇതിന് അവള് നിന്നോണ്ടല്ലോ എടാ വെട്ടിട്ട് പോണടാ. അതൊക്കെ എന്റെ ഭാര്യ സിന്ധു. എടാ എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഞാൻ സിന്ധുവിന്റെ പേരല്ലേ ഇട്ടേക്കുന്നത്. അവള് പിണങ്ങി പോയില്ലല്ലോ. എന്താടാ പേര്? സിന്ധു പബ്ലിക് ടോയ്ലറ്റ്. അത് ശരി. എടാ നിന്റെ ഭാര്യനെ തല്ലുവാടാ? തല്ലുവന്നോ? രാവിലെ തല്ലും, ഉറക്കോണിട്ട് വരുമ്പോ തല്ലും, രാത്രി തല്ലും, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ തല്ലും. എടാ എപ്പോഴെപ്പോഴും ഇങ്ങനെ തല്ലാനായിട്ടേ നീ എന്താ കുണ്ട്രന്റെ ഓഫീസിലെ ചുട്ട പറങ്ങാണ്ടിയാടാ? ഇനിയിപ്പോ എന്നെ തല്ലുവാടാ? നിന്നെ തല്ലില്ല, ഈ ഒരു കുപ്പി മേടിച്ചു കൊടുത്താൽ മതി. അടിക്കുവോ? അടിക്കുവന്നോ? ഒന്നാം തീയതി അങ്ങനെ നമുക്ക് സാധനം കിട്ടിയില്ലല്ലോ. തല നിറച്ച് പഞ്ചസാര വാരിട്ട് ദേ ആ ഉറുമ്പ് കൂടില്ലേ, അതിൽ ചെന്ന് തലയിടും. എന്നിട്ട് ആ ഉറുമ്പൊക്കെ അവളെ തലക്കടിക്കുമ്പോ അതിന്റെ ലഹരി ആസ്വദിച്ചിട്ട് ൂസായിട്ട് കിടക്കണവളാണ്. വെറുതെ എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് ഈ പഞ്ചാബിലെ ആൾക്കാർക്ക് മൊത്തം ചൂടന്മാരാണെന്ന്. നിന്റെ അപ്പൂപ്പൻ എങ്ങനെ അറിയാം? ഞാൻ അപ്പൂപ്പന്റെ ഫോണിൽ കണ്ടിരുന്നല്ലോ, പഞ്ചാബി ഹോട്ടൽ. അതല്ലെന്നാ എന്റെ കൂട്ടുകാരൻ വന്നിട്ട് നേരത്തോടെ നേരെ അവനെ നിങ്ങൾ കഴിക്കാറുണ്ട് തൂക്കണേ. മൻമോഹൻ സിംഗ് എന്താ വീട്ടിൽ? മൻമോഹൻ സിംഗ്, കബീർ സിംഗ്, കബീർ സിംഗ്, രവീന്ദ്ര സിംഗ്. ആരാടാ? ഞാൻ അനിക്കുട്ടൻ. നീ ബിജുക്കുട്ടൻ. എന്റെ ദൈവമേ, അടിയിൽ പോയതാ. അടിയിൽ പോയതാണോ? അല്ല നീ ഇപ്പൊ നിങ്ങൾ വള്ളം കയറി എന്നെ നാട്ടിട്ട് വന്നത്? എടാ നിനക്കറിയാല, നീ എന്റെ പെങ്ങൾ നമ്മൾ 5 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നോ? 5 വർഷം മുമ്പല്ലേ? അതല്ലടാ, ഇപ്പൊ പെങ്ങളും പെങ്ങളുടെ 1 വയസ്സുള്ള കൊച്ചും നിനക്കും വേണ്ടി കാത്തിരിക്കാണ്. ദൈവം കൊടുത്തല്ലോ. കൈ വെച്ചാ മതി. ഇവിടെ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും അവന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അല്ല നീ പഞ്ചാബി കൊണ്ട് 5 വർഷം, അപ്പൊ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ടായത്? എന്താ നിന്റെ പെങ്ങൾക്ക് മാത്രമേ ദൈവം പിള്ളേരെ കൊടുക്കൂ? കിട്ടിയല്ലോ. അല്ല അത് വിടറാ, നീ എങ്ങനെങ്കിലും നാട്ടിക്കുക. നിന്റെ വരവും കാത്ത് എന്റെ അച്ഛനോടെ കാത്തിരിക്കാണ്. ആ വൃത്തികെട്ടവന്റെ കാര്യം നീ ഇവിടെ മിണ്ടല്. എടാ നിന്റെ പെങ്ങൾക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് പട്ടിയെ തല്ലണ പോലെ അല്ലടാ എന്നെ തല്ലിയത്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? എടാ നിന്റെ അച്ഛൻ തല്ലിയ സങ്കടത്തില് ഞാൻ നാട് വിടാൻ വേണ്ടി എല്ലാ വണ്ടിക്കും കൈ കാണിച്ചു. ഒരു വണ്ടി നിർത്തിയില്ല. അവസാനം ഞാനൊരു സാരി എടുത്ത് കൊടുത്തപ്പോഴേക്ക് ഒരു തമിഴ്നാട് പാണ്ടിലോർ നിർത്തി. അതി കേറിയത് ആ അണ്ണാച്ചി എന്റെ ചുണ്ടി പിടിക്കുന്നു, കവിളി പിടിക്കുന്നു, വിവാഹപുരത്തിന് നടത്തുന്നു. ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തടാ. പിന്നെ എനിക്ക് നാട് വിടരുത്. നാട് വിട്ടാ തമിഴ്നാട്ടിൽ ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ ഓടണ വഴിക്കാണ് ഇവളുടെ അച്ഛൻ മല്ലു സിംഗിനെ കണ്ടത്. പുള്ളി എന്നെ കണ്ടത് ഒറ്റ വർത്താനാ. ഡോക്ടർ ഗോവർദ്ധൻ എന്റെ കൂടെ പോയി നിനക്ക് നല്ലൊരു ജീവിതം തരാന്ന്. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ പോന്ന് പുള്ളിയുടെ മോളെ എനിക്ക് കെട്ടിച്ചു തന്ന് പുള്ളിയുടെ പുറകിലത്തെ സ്ഥലം സ്ത്രീധനവും തന്നു. പഞ്ചാബിലൊക്കെ ചന്തിയാണ് സ്ത്രീധനായിട്ട് തരുന്നത്. ആ കാണുന്ന പുള്ളിയുടെ വീട്, ഈ പുറകെ കാണുന്നൊക്കെ ഞങ്ങളുടെ സ്ഥല. അതൊന്നും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാമോ? ഞാൻ അടുപ്പുപാത്രത്തിന്റെ അവിടെ പാചകം ചെയ്യുന്നപ്പോഴത്തേനും ഒരു പാമ്പ് പത്തിയും പിരിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. വിഷം ഫില്ല് ചെയ്യാൻ വന്നായിരിക്കും. കള. എന്നിട്ട് നീ എന്ത് ചെയ്തടി? ഞാൻ പാമ്പടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഞാൻ ബാബാ സുരേഷിന്റെ പെങ്ങളുടെ രീതിയുടെ മോളാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേന് ഈ പാമ്പന്റെ കാലേ കെട്ടി വീണ ചെറിയ കരച്ചിലെന്നെ കുഞ്ഞ്. നീ ബാബാ സുരേഷിനെ ചെന്ന് പറയില്ല, എവിടെങ്കിലും കാട്ടി പിടിച്ചോണ്ട് കളയി വന്ന്. ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3, ടോക്കൺ നമ്പർ 1 കൗണ്ടർ നമ്പർ 3. ഇതിനെ കറണ്ട് അടുപ്പിച്ചതാ. പവർ സ്റ്റേഷൻ അടക്കം കത്തിപ്പോയി. 3 ദിവസമായിരുന്നു ആ പഞ്ചാബിൽ പവർ കട്ട്. എടാ ഞാൻ ചോദിക്കട്ടെ, ഇതിന് അച്ഛനാരും ഇല്ലേ? ചോദിച്ചു നോക്ക്, മരിച്ചുപോയി. അതെ ടോക്കൺ നമ്പർ. അച്ഛൻ മരിച്ചു പോയല്ലേ? എങ്ങനെ മരിച്ചു പോയത്? അച്ഛൻ
അച്ഛന്റെ കാര്യം പറഞ്ഞാല് അച്ഛന്റെ അയ്യോ! പാമ്പ് പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ അച്ഛൻ പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയെ സ്നേഹിച്ച അച്ഛൻ അങ്ങ് മരിച്ചു. പ്രകൃതിയെ സ്നേഹിച്ച ആരെങ്കിലും മരിക്കോ? പോലീസുകാരും നിറച്ച്. പോലീസാ? പിന്നെ ഗദ്ദർ സിംഗിന്റെ ഭാര്യ പ്രകൃതി സിംഗിനെ ചെയ്യിച്ച അയാൾ തല്ലിക്കൊല്ലത്തില്ലേ? പാട്ടിയെ പോലെ തല്ലിക്കൊന്നു. എങ്ങനെ തല്ലിക്കൊന്നത്? അച്ഛനെ പിടിച്ചിട്ട് മരത്തിൽ കിടത്തി പുക്കിളിനകത്തോട്ട് ഗോതമ്പിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒലക്കൊണ്ട് ഇടിച്ച് തവിട് പൊടിയാക്കി പുട്ടുണ്ടാക്കി പുട്ടായി തള്ളിക്കയറ്റി വെച്ചാണ് കൊന്നത്. അതിന്റെ ബാക്കി ഇച്ചിരി പുട്ടുപൊടി ഇരിപ്പുണ്ട്. ഫിംഗർ പ്രിന്റ് ഉണ്ടാക്കി തരട്ടെ. ഫിംഗർ പ്രിന്റാ? റൊട്ടിയില്ലേ അത്? കൗണ്ടർ നമ്പർ 2, ടേക്ക് നമ്പർ 1, കൗണ്ടർ നമ്പർ 2. छड़ना जावी डोला छड़ना जावी डोला छड़ना जावी डोला डोला ബിജുക്കുട്ടാ, അതെന്താ പാട്ടും ഹോളി ഹോളി ഹോളി. ഇവിടുത്തെ ഹോളിക്ക് എങ്ങനെ ഇരിക്കൂടാ? ഹോളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് അങ്ങനെയല്ല, ഞാൻ ഇവിടുത്തെ ഹോളിക്ക് എങ്ങനെയാണെന്ന്. ഇവിടുത്തെ ഹോളി എന്ന് പറഞ്ഞാൽ കളർ പൊടിയൊക്കെ വാരിട്ട് ഭയങ്കര പരിപാടിയല്ലേ? ആണോ? എന്റെ അമ്മച്ചിയെ ബഡാസിംഗ്. എന്റെ അമ്മച്ചി ബഡാസിംഗ്. ബഡാസിംഗ് ബെഞ്ചിന്റെ കീഴേ വിളിച്ചു കേട്ടല്ലോ, ബഡാസിംഗ് ബെഞ്ചിന്റെ കീഴ്. നോ, പോ പോ പോ. പോയടാ. നീ എന്തിനാ പുള്ളിനോട് പേടിച്ചോടിയത്? ആ പുള്ളിക്ക് 8 അടി പൊക്കമുണ്ട്. എന്നെ കണ്ട ബട്സാന്ന് പറഞ്ഞെടുത്ത് ചെവി ഇടൂടാ. बिजू भाई क्या करता है घर में आना क्या है? നിന്റെ അച്ഛൻ ഉച്ചി വിട്ടു പോടാ. बिजू भाई എന്താ അവൻ എന്നും വൈകുന്നേരം പണിയും കഴിഞ്ഞ് പോകുമ്പോ ഈ വരമ്പത്തിന് ഹിന്ദി പറച്ചില്ല. അവൻ അറിയാം എനിക്ക് ഹിന്ദി അറിയില്ലെന്ന്. ഇത് എന്റെ പഞ്ചാബ് സൊസൈറ്റിയുടെ മുന്നിൽ കളിയാക്കാൻ വേണ്ടിട്ട്. എന്താ സംഭവം അറിയുമോ? നിന്റെ പെണ്ണിനെ വളക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ അവനൊരു ബൊക്കയും കൊടുത്ത് ഇങ്ങനെ സ്വീകരിച്ചതിന്. ഇതല്ല, അവൻ എന്നെ കളിയാക്കുക. അതാണ് അവന്റെ ലക്ഷ്യം. നീ ഒരു പണി, നിന്റെ പെണ്ണ് വരുന്നുണ്ട്, എങ്ങനെങ്കിലും നാട്ടിൽ പോണ കാര്യം സംസാരിച്ച് ഡീല്. ഞാൻ കളർപ്പൊടിയൊക്കെ ഒന്ന് കാണട്ടെ. നമ്പർ 1, കൗണ്ടർ നമ്പർ 2, ടോക്കൺ നമ്പർ 1. ഒക്കെ നിർത്ത്. ആനിക്കൂട്ടൻ എന്തിനാ വന്നേന്ന് അറിയാമോ? എന്തിനാ? എന്നെ നാട്ടിൽ കൊണ്ടുപോവാൻ. ബിജുക്കുട്ടാ, ഹോളിക്ക് പടക്കം പൊട്ടി. എവിടുന്നാന്ന് കണ്ടില്ല? പടക്കം പൊട്ടിയല്ല, പിന്നെ എന്റെ കർണം പൊട്ടിയതാ. എന്താടാ? ഞാൻ പറ്റില്ല, നീ പൊക്കോ. അങ്ങനെ ശരിയാവൂല. പെങ്ങളെ, നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്റെ നാട്ടിലേക്ക് ഞാൻ എന്റെ കൂട്ടുകാരൻ ബിജുക്കുട്ടനെയും കൊണ്ടുപോകും. അത് ശരി. ഇയാള് വിളിച്ചാൽ എന്റെ പഞ്ചാബ് കുടുംബത്തിൽ തന്നെ ഇറങ്ങി പോകണോ? പോകത്തില്ല. ഞാൻ പോവാണെങ്കിൽ എന്റെ പൊന്നിനെ കൊണ്ടല്ലേ പോകൂ. അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമാ. പിന്നല്ലാണ്ട് ഈ ജന്മത്തിൽ നിന്നല്ല, അടുത്ത 7 ജന്മത്തിലും പൊന്നിനെ ഞാൻ തന്നെ കെട്ടും. 8ാമത്തെ ജന്മത്തിൽ ഒരു പെണ്ണ് വേണം, നീ അങ്ങ് ഇറങ്ങി പോകും. ഞാൻ ജനിക്കുവാണ് നിന്നെ കെട്ടിക്കോളാടി കേട്ടോ. ടോക്കൺ നമ്പർ 1. അപ്പൊ നാട്ടിൽ പോണ കാര്യം എടാ, ഇന്നിപ്പോ രാത്രി ഇത്രയായില്ലേ? ഇത്ര സമയം ഇനിയിപ്പോ നാട്ടിൽ പോകണം എങ്ങനെ? പിന്നെ ഞാൻ വന്നിട്ട് നീ ആദിത്യ മര്യാദ കാണിച്ചില്ലെന്ന് പരാതി ഒന്നും പറയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പുറത്തെവിടെയെങ്കിലും പോയി കിടക്കാൻ. ഞാൻ കിടക്കണെങ്കിൽ ഇവിടെ കിടക്കുള്ളൂ. ഇവിടെയോ? അനിക്കുട്ടാ, എന്റെ വീട് ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ കാണൂടാ നീ ഇവിടെ കിടക്കണത്? അതുകൊണ്ട് ഞാൻ അകത്ത് കയറി കിടന്നോളാം. അതല്ലെന്ന്, ഞാനും നീയും കൂടി ഇവിടെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടി പോകുന്നു. ഓടുങ്ങാനായിട്ട് ഇവിടെ രാവിലെ നമുക്ക് നേരം വിളിക്കുമ്പോ പോവാട്ടാ. പോവാം. നിനക്ക് തലയാണൊന്നും വേണ്ട. പഞ്ചാബികൾക്ക് ഇതാണ് തലവേണം. ആണോ? ഹായ്. ഈ വീടിനകത്ത് മൊത്തം കുരുവികളാണല്ലോടാ. വീടിനകത്തല്ല, ഇതിന്റെ വാക്കകത്താണ് കുരുവി. അണ്ണാ, എന്നെ പോകവിടണ്ണ. നാട് മുതൽക്ക് താനണ്ണ ഞാൻ എന്താ ലോറിക്ക് കൈ കാണിച്ചത്? അങ്ങ് പിടിക്കൂടാതെ അണ്ണാ. ഇവൻ ഇപ്പോഴാ തമിഴ് ലോറി കിടക്കണല്ലോ. എടാ, തമിഴ് ലോറിയിൽ നിന്ന് വന്ന് ഇപ്പൊ പഞ്ചാബി നിന്റെ വീടിന്റെ മുറ്റത്താ കിടക്കണത്. അയ്യാ, കിടന്നു. ഒരു ദിവസം നാളെ രാവിലെ നേരത്തെ എണീക്കണം. നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പാടൂ. വയ്യെങ്കിൽ കിടന്ന് ഉറങ്ങ്. അതല്ല, വയ്യാന്ന്. എന്നാ പോയില്ലേ? പോയില്ലായിരുന്നു. ഇവിടെയാണ് കിടന്നേ. ഇവിടെ കിടന്നത്. സത്യം. അടക്കാ കുരുവി എന്തേ? അടക്കാ കുരുവിയാ? എന്റെ കെട്ടിയവൻ എന്തേന്ന് കിടക്കുന്നു. വിളിക്കണില്ല. പിന്നെ ഉണ്ടല്ലോ, എന്തുണ്ടല്ലോ? നമുക്ക് രണ്ടർക്കൂടെ. നമുക്ക് രണ്ടർക്കൊന്നുമില്ല. ഞാൻ അത്രക്കാരനല്ല. അങ്ങനല്ലെന്ന്. പിന്നെ ഒരു കാര്യം. എന്ത്? ഞാൻ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു സാധനം പറഞ്ഞോണ്ട് നടന്നില്ലേ? അതെന്തുവാ? ടോക്കൺ നമ്പർ 5, കൗണ്ടർ നമ്പർ 3. ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3. ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3. വീട്ടിൽ വന്നിട്ട് നീ എന്റെ പെണ്ണിനെ വളച്ച് എന്നെ കിടത്തിറക്കി. എനിക്ക് വേണ്ട, നീ അവളെ കെട്ടിക്കോ. നീ സുഖമായിട്ട് ജീവിച്ചോടാ. പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ട് കിട്ടി. നൈസായിട്ട് ഈ വട്ടുപണി എന്റെ തല വെക്കാനുള്ള പരിപാടിയല്ലേ? നടക്കൂലടാ. ഇത് ടോക്കൺ നമ്പർ 5ഉം കൗണ്ടർ നമ്പർ 3യും ചോദിക്കാൻ വേണ്ടി വന്നല്ലേ? കിടന്നുറങ്ങി രാവിലെ പോകണ്ടേ? രാവിലെ പോകണ്ടേ? ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ നിന്റെ പെങ്ങളെ ഞാൻ കെട്ടണ്ടേ? നീ എന്റെ പെങ്ങളെ നീയല്ല കെട്ടുന്നത്. കെട്ടാത്ത വേറൊരാളെ കൊണ്ട് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചോളാം. അപ്പൊ എന്റെ ജീവിതോളാ. ടോക്കൺ നമ്പർ 1, കൗണ്ടർ നമ്പർ 3. അപ്പൊ ഞാനാടാ പഞ്ചാബിലെ മെഴുകുതിരി. മനസ്സിലായില്ല? ഉരുകി തീരണ്ടവൻ. നല്ല കിടിലൻ സ്കിറ്റായിരുന്നു. നല്ലൊരു കൈഡി.
നസീർക്ക നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെത്തിയ സ്ക്രിപ്റ്റ് കൊള്ളാം, അതിനൊരു പുതുമയുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുമായിട്ട് ഒന്ന് മറ്റേ സിനിമയൊക്കെ ആയിട്ട് വെച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമ്മളിന്ന് എടുക്കാനായിട്ട് നോക്കിയാൽ പഞ്ചാബി ഹൗസും മല്ലു സിംഗും ഒക്കെ ആയിട്ട് നോക്കിയാൽ അതിൻ്റെ അകത്ത് സംഭവങ്ങളൊന്നുമില്ല. ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്ത്, അതിൻ്റെ ഒരു കാരണമൊക്കെ നല്ല രസമായിരുന്നു. ഉള്ള കൗണ്ടറുകളൊക്കെ നല്ല കൗണ്ടറുകളായിരുന്നു, അടിപൊളിയായിരുന്നു. അമലേ, അപ്പം നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് പറയുന്നത് ഒരു നഗ്നമായ സത്യമാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നല്ലൊരു സ്കിറ്റ് സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതിൻ്റെ ഒരു ഗുണം ഈ സ്കിറ്റിൽ കാണുന്നുണ്ട്. കാര്യം നിങ്ങൾ ഒരുപാട് വിഷമിച്ച് 1-2 സ്റ്റേജിൽ നിന്ന് പോയിട്ടുണ്ട്. അമലും പോയിട്ടുണ്ട്, സജീറും പോയിട്ടില്ലേ അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള മനസ്സിലായില്ലേ? അത് നല്ലതല്ലായിരുന്നു. നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തന്നെ പറയും. ഇത് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾ വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ബിജുക്കുട്ടൻ ചേട്ടാ? നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. 3 പേരും തകർത്ത്, നല്ല കളർഫുള്ളായിരുന്നു. ചിത്തൻ ഈ വേഷം കെട്ടിയതും അതുപോലെ തന്നെ അമലി ഈ വേഷം കെട്ടിയതും എന്താണ്, അത് ഉപകാരത്തിൽപ്പെട്ട എന്തായാലും അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ശരിക്കും. പിന്നെ ഈ അമലിൻ്റെ ഒരു കോമഡി എന്ന് പറയുമ്പോൾ രീതി ഒരു വേറെയാണ്, കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ലോ മൂഡിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഹൈ പിച്ച് കളിക്കുമ്പോൾ ഒരാൾ ലോയിൽ കളിച്ചാൽ പ്രശ്നമാണത്. അതേ ലെവലിൽ തന്നെ ഇന്ന് കളിക്കണം, എന്നാൽ അങ്ങനെയാണ് വന്നിരുന്നതൊക്കെ. പക്ഷേ നിങ്ങളുടെ ഈ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അമലിൻ്റെ കോമ്പിനേഷൻ അത് നല്ലായിരുന്നു. കാരണം ഒരു താളം, ഒരു പതുക്കെയുള്ള സാധനമാണ്. ഇവൻ നല്ല റേഞ്ചിലാണ് കളിക്കുന്നത്. 3 പേരും ഗംഭീരമായിരുന്നു. നല്ല കോമഡികളുണ്ടായിരുന്നു, നല്ല തമാശകളുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. ഷാൻ ചേട്ടാ? ഉഗ്രൻ സ്കിറ്റായിരുന്നു, കളർഫുൾ ആയിരുന്നു, നല്ല തമാശകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഷജീർ ഇവിടുന്ന് തുടങ്ങിയ ഫോൺ കോൾ തുടങ്ങിയിട്ട് നമ്മുടെ ഹരിയായിരുന്നു തോന്നുന്നല്ല ഫോണിൽ. ഹരിയുടെ ആ ഒരു ഫോണിൽ കൂടെ തന്നെ നമുക്ക് ആളെ മനസ്സിലായി, ഹരിയെ മനസ്സിലായി. പിന്നെ ഹരിയുടെ ആ സ്റ്റൈലും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. അപ്പോൾ അവിടെ മുതൽ തുടങ്ങിയ ചിരി ക്ലൈമാക്സ് വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിന് നല്ലൊരു ഗൈഡ് വേണം. ഉഗ്രനായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ പുറത്ത് വെച്ച് കണ്ടപ്പം അമൽ നിങ്ങൾ 2 പേരുമായിട്ട് എങ്ങനെ ആവും, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കാവുമോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിരുന്നു. 3 പേരും ഈ പറയുന്ന പോലെ 3 ലെവലിൽ കളിക്കുന്നവരാണ്. ചിത്തൻ ഈ പറഞ്ഞ പോലെ ഹൈയിൽ പോവും, താഴെയും പോവും. ഷജീർ ഫുൾ ഹൈയിൽ കളിക്കുന്നത്, അമലും അതുപോലെ തന്നെയാണ്, വേറൊരു ടൈപ്പ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ ടീം ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ചിത്തൻ പിന്നെ പൂണ്ട് വളയാടി, കുറേ ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു നിർത്തലൊക്കെ എന്നൊക്കെ പറഞ്ഞു ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് നസീർക്ക? ഞാനൊരു 13 മാർക്ക്. 13,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനും ഒരു 14 മാർക്ക് കൊടുക്കും. 27,000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ? അത്യാവശ്യം ടോട്ടൽ 50,000 രൂപ. അടിപൊളി. ാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് 50, 75, 1 ലക്ഷം ഒക്കെ വാങ്ങിക്കട്ടെ. ഉഷാറാവട്ടെ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയിലെ ചെറിയ ടീം വരുന്നു. നിത, കാർത്തിക, ദേവി ലക്ഷ്മി, സൈന്ധവ. ലെറ്റ്സ് വെൽക്കം. ഇവിടെ ഉണ്ടായിരുന്ന എത്ര നല്ല കല്യാണാലോചനകൾ വന്നതാണെന്നറിയോ? ഗൾഫുകാരെ, ഗവൺമെന്റ് ജോലിക്കാരെ. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഭർത്താവ് ഒരു ധീരനായിരിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴായി ബിജുക്കുട്ടൻ ചേട്ടൻ ഒരു കളരി കുരുക്കളുടെ ആലോചനയായിട്ട് വന്നത്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ അങ്ങ് സമ്മതിച്ച്. ഈ കളരി കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നില്ലേ? പക്ഷെ മണ്ഡപത്തിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഞാൻ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായ? എന്റെ ഭർത്താവ്. അന്തിയൂർ കണം അസ്ഥിയൂർ ഗുരുക്കൾ. വലിയ കളരി ഗുരുക്കൾ എന്നാ വിചാരം. ഇപ്പൊ വരും. ദേ മനുഷ്യ, വിളക്ക് എത്തിച്ചു, ഇങ്ങ് വാ. നിങ്ങൾ വിചാരിക്കും ഉശിരി കൊണ്ടാ നിക്കുന്നേന്ന്. ആ ആളിന്റെ ബലത്തിലാ നിക്കുന്ന എന്നെ. മനുഷ്യ, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇപ്പൊ ഇതൊക്കെ കാണിക്കണേ? കുറെ നാളായില്ല ഇതൊക്കെ എടുത്ത ഓരോ അഭ്യാസങ്ങൾ കാണിച്ചിട്ട്. ഇനി ചിലപ്പോ മറന്നു പോയാലോ? ഇതെന്തോന്ന് സർവേക്കല്ല് കാക്കതൂറി നടക്കുന്ന ദേഹത്തുമൊത്തോ പാട്? അതോ ഈ ഉറുമയെടുത്തൊന്ന് കറക്കി ആവശ്യമില്ലാത്ത എല്ലാ സ്ഥലത്തും കൊണ്ട് ആവശ്യമുള്ള ഒരു
സ്ഥലത്തും കൊണ്ടില്ല. അതുകൊണ്ട് ചോര ഓടിയായിരിക്കാം ഭസ്മം ഇട്ട് വെച്ചതാ. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വീശി തീരത്തേ ഉള്ളു. അറാൻ പറ്റുന്ന വാക്ക് പറയാറേ. നിങ്ങൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോഴേ ഞാൻ ഉള്ളപ്പോഴേ പ്രയോഗിക്കാവുള്ളേ. അപ്പൊ ഞാൻ ഉറുമി ഇറങ്ങുന്ന കാണാൻ നിനക്ക് ഇപ്പോഴും കൊതിയുണ്ടല്ലേ? അതൊന്നും അല്ല. ഇതെങ്ങാനും കഴുത്തെ ചുറ്റി ചോരയെ മാറുന്ന അവിടെങ്ങാനും കിടന്ന ആര് വന്ന് രക്ഷിക്കാനാ? എന്റെ പൊന്നു മനുഷ്യ, ഈ കളരി പഠിപ്പിക്കുന്നിടത്ത് മാത്രം ഒറ്റ കുട്ടികളെ കാണാനില്ല. നമ്മുടെ ജംഗ്ഷനിൽ പുതിയൊരു കളരി സെന്റർ തുടങ്ങിയിട്ടുണ്ട്. 100 കുട്ടികൾ പുതിയതായിട്ട് വന്നപ്പോഴത്തേക്കും അഡ്മിഷൻ ക്ലോസ് ആക്കി എന്നാ കേട്ടെ. അറിയാമോ? എന്നാ അവിടുന്ന് പൊളിഞ്ഞു പോയ മാർക്കെങ്കിലും ഇങ്ങോട്ട് വന്നാലും നമുക്ക് നല്ലേ. അതിന് നിങ്ങൾക്ക് കളരി അറിയണം. നമുക്ക് ഈ കളരി പഠിപ്പിക്കുന്നതൊക്കെ അങ്ങ് നിർത്താം. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സെക്യൂരിറ്റി പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടി മുണ്ട് മുറുക്കിയെടുത്ത് പട്ടിണി കിടക്കാം. പക്ഷെ അടിമപ്പണിക്ക് എന്നാ കിട്ടത്തില്ല. 10,000 രൂപ ശമ്പളം. 10,000 കുണുവ. എടി അതെനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തരുമോ? എനിക്കൊരു 25,000 രൂപ മാസം കിട്ടുന്ന ഒരു സർക്കാർ ജോലി തന്നെ വേണം. 10ാം ക്ലാസ്സിൽ പോയ വിഷയം പിന്നെ എഴുതിയെടുത്തായിരുന്ന 25,000 രൂപ. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ഇവിടെ കളരി പഠിപ്പിച്ചോണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. അതെ, ഇവിടെ ആരും ഇല്ലേ? ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. നീ അവരുമായിട്ട് സംസാരിച്ചില്ലേ? ഞാൻ ഇവിടെ കഠിനമായ ഒരു അടവും പിടിച്ചിരിക്കാം അവരെ ഇംപ്രസ് ചെയ്യാനേ. അന്തിയൂർക്കോളം അസ്ഥിയൂർ ഗുരുക്കളുടെ വീടല്ലേ ഇത്? ഇത് തന്നെ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതൊന്നും ആയിരിക്കില്ല. അല്ല, ഇനിയും ഒരുപാട് കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വന്നതല്ലേ ഉള്ളൂ. വന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ട് കാണണം. ഏതിക്കുന്നു പോയി കണ്ടോളൂ. അയ്യോ, അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് അല്ല, എനിക്ക് ഇതൊക്കെ നേരിട്ട് കാണാം. അയ്യോ, അത് ഫ്ലെക്സ് അല്ല, അതിന് ജീവനുണ്ട്. ഗുരുക്കളെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. മനസ്സിലായില്ലല്ലോ. അതെ, ഈ വള്ളുവനാടാൻ അവസാനം വരെ കാണൂ. അതിനേക്കാളും നല്ലത് പഴയതല്ലേ? മനസ്സിലായില്ലല്ലോ. എനിക്ക് ഒരുത്തനെ അടിക്കണം. ഇത് കൊട്ടേഷൻ സെന്റർ അല്ലേ? ഇത് കളരി പഠിപ്പിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്ക്. അയ്യോ ഗുരുക്കളെ, എനിക്കത് അറിയാം. എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണം. അതിന് ഗുരുക്കൾ എനിക്ക് കുറച്ച് അടവുകൾ പഠിപ്പിച്ചു തരണം. എന്റെ അച്ഛനെ തല്ലിയവനെ എനിക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നല്ല സ്ഥലത്താ വന്നേ. ഇവിടെ ഇത്തിരി ഫീസ് കൂടുതലാണ്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ ഇവിടെ നിന്ന് പഠിക്കേണ്ടി വരും. മനുഷ്യ, ഇനി വന്നേ. വരാവേ. നിന്ന് പഠിപ്പിക്കാനോ? ഇവിടെ രണ്ടുപേരുടെ ചെലവ് കഴിയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ. ഇനി ഇവന്റെ ചെലവും കൂടെ നോക്കണോ? അവനെ കണ്ടാ അറിയാവോ, നല്ല കാശുള്ള വീട്ടിലാണ്. നീ അല്ലേ പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരൻ വേണമെന്ന് കടയിൽ പോവാനൊക്കെ? ഇതാകുമ്പോ നമുക്കൊരു വേലക്കാരനായി മാസം മാസം പൈസ കണ്ടിട്ടൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ആ പിന്നെ ഇവിടെ അഡ്വാൻസ് അതൊക്കെ നമുക്ക് ശരിയാക്കാന്നല്ലേ ഉള്ളു ഗുരുക്കളെ. എന്നാ ഇപ്പൊ ദക്ഷിണ വെച്ച് കേറിക്കോ. അല്ല ഗുരുക്കളെ, ഞാൻ വന്നപ്പോ വെളിയിൽ പ്രതിമ ഇരിക്കണുണ്ടല്ലേ? ഓ അതോ, അതെന്റെ അപ്പൂപ്പൻ ഗുരുക്കളാ. പേര് കേട്ട ഗുരുക്കളാണ്, കേട്ടിട്ടുണ്ടോ? കുളിർമാനസൻ ഗുരുക്കൾ. അപ്പൂപ്പ ഇപ്പൊ എവിടെയാണ്? അപ്പൂപ്പനെ ബ്രിട്ടീഷുകാർ ചതിച്ചു വന്നു. അപ്പൂപ്പനെ ഈ സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. ഇവർക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് 3 ദിവസത്തെ കപ്പൽ യുദ്ധം ഉണ്ടായിരുന്നു. കഠിനമായ കപ്പൽ യുദ്ധം. ബ്രിട്ടീഷ് കപ്പലിൽ ബ്രിട്ടീഷ് മേധാവിയായ ഫെഡറിക് സായിപ്പ് അല്ല, അത് ഞാനിപ്പോ പല്ല് പിടിക്കണ പറയുമ്പം അല്ല, പല്ലിന്റെ ഇടയ്ക്കുള്ള കാറ്റും അതുകൊണ്ട് ക്ലിയർ ആവത്തില്ല. ഇപ്പൊ ക്ലിയർ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ കുറെ പട്ടാളക്കാരും. എന്നാൽ നമ്മുടെ കപ്പലിൽ അപ്പൂപ്പനും കുറെ പടയാളികളും. 3ാമത്തെ ദിവസം 2 കൂട്ടരും അങ്ങ് തളർന്നുപോയി. അയ്യോ, സമ്മാനം ചർച്ചയ്ക്ക് വേണ്ടി മറ്റേ ബ്രിട്ടീഷ് മേധാവിയില്ലേ ഫെഡറിക്, പുള്ളിക്കാരൻ ഒരു വെള്ളത്തുണി പൊക്കി കാണിച്ചു. അന്നാ നമ്മുടെ അപ്പൂപ്പന് വെള്ളത്തുണി പൊക്കി കറക്കാൻ കാണിച്ചു. അപ്പൊ തന്നെ ബ്രിട്ടീഷുകാരൻ നമ്മുടെ അപ്പൂപ്പനെ പീരങ്കിക്ക് വെടിവെച്ച് കൊന്നു. ജാതി കൊടുംജാതി. പണ്ടേ ബ്രിട്ടീഷുകാർ അങ്ങനെയാണ്. ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പെണ്ണുങ്ങളുള്ള കപ്പലിന് നേരെ ഉടുത്തിരുന്ന വെള്ളം മുണ്ടൂരി കറക്കി കാണിച്ച അവര് വെറുതെ വിടോ? പീരങ്കിക്ക് വെടിവെച്ചങ്ങ് തീർത്ത്. ഇന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമനെ പുള്ളിയുടെ ഒരു നാണം കെട്ടാൻ വരണം. അതിന്റെ കൂടെ നീ ഇങ്ങനെ കളിയാക്കി ഇതൊക്കെ തുടങ്ങി വെച്ചത് എന്റെ ചേട്ടനായിരുന്നു. ഓ, ചേട്ടന് കളരി അറിയാമോ? കളരി അറിയാമോ? ചേട്ടൻ കളരിക്കൊക്കെ ആശാനായിരുന്നു. ചേട്ടൻ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വെള്ളം മുണ്ടും വെള്ള ചട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങിയതല്ല, ചീരിപ്പാൻ ഒരു കാർ വന്നിട്ട് ചേട്ടൻ ഇതിനകത്ത് മൊത്തം ചെളിയാക്കി. അയ്യോ, ഇനിയിപ്പോ എങ്ങനെ കല്യാണത്തിനോ? ചേട്ടൻ കളരിയല്ലേ. ചേട്ടൻ ആ കാറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു വെളിയിലോട്ടൊന്ന് നോക്കുമ്പോ ഒരാൾ ഇറങ്ങി വരുവാ. തിരുമാനളം ബാബു ആന്റണി, മറ്റേ കരാട്ട ഇല്ലേ? ബാബു ആന്റണിയാ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നതുമല്ല. ആരാ ഏതാ നോക്കളെ? ചേട്ടാ കാറിന്റെ ഒറ്റ കുത്ത് നെഞ്ചത്ത്. എനിക്ക് ആ ചേട്ടനെ ഒന്ന് കാണണം. ആ, തെക്കേപ്പുറത്ത് അടക്കിയിട്ടുണ്ട്. ബാബു ആന്റണി തൊട്ടാ? ബാബു ആന്റണി
പറഞ്ഞ് വരണിക്കോ 4 മണിക്ക് ഒറ്റ തൊഴിൽപ്പെടലിൽ കിട്ടും. ഒന്ന് അലറാൻ പോലും പറ്റില്ല. സ്പോട്ടിൽ നമുക്കിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ദക്ഷിണ കൊടുത്തങ്ങ് തുടങ്ങാം. ദക്ഷിണ ഇല്ലേ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അയ്യോ ഗുരുക്കളെ, തിരിഞ്ഞു ഞാനാണ്. ആര് പറഞ്ഞ തിരിഞ്ഞു പോയെന്ന്? എവിടെ തിരിഞ്ഞു പോയി? ദക്ഷിണല്ലേ, ഞാൻ ഒരു മുറ അങ്ങോട്ട് കാണിച്ചതേ ഉള്ളൂ. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ, എനിക്ക് ഇരിക്കട്ടെ. അതെന്താ എനിക്ക് ഇത് മാത്രം? അതുകൊണ്ട് ഉപയോഗമില്ല, ഇതുകൊണ്ട് ഉപയോഗമുണ്ട്. എന്നാ ഇത് വെച്ചാൽ അടുക്കള കയറി പോ, നീ ആദ്യം കാണാം. ഇനി നമുക്ക് സൂര്യ നമസ്കാരം തുടങ്ങാം. അയ്യോ അതെനിക്കറിയാം. എന്നാണ് കാണിച്ചേ? കാണിച്ചരാവേ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം. കഴിഞ്ഞു. ഇങ്ങനെ ആയിരുന്നോ? അപ്പൊ ഇങ്ങനെയല്ലേ? അല്ല ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പൊ ഗുരുക്കൾ ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഞാൻ ഇങ്ങനെയല്ല, ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഞാൻ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിട്ട് ജനാലെ അങ്ങ് തുറന്ന് സൂര്യനെ കണ്ടിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ, അവിടെ തീർന്നു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 6 മണിക്ക് ട്രെയിന് പോവാം, ബസ്സിന് പോവാം. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ പോവാന്നേ. ആശാനെ, എനിക്ക് സൂര്യ നമസ്കാരം പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു എനിക്ക് ഒരുത്തന്റെ അടുത്ത് പ്രതികാരം വീട്ടണമെന്ന്. എന്റെ അച്ഛനെ തല്ലിയവനേക്ക് തിരിച്ച് തല്ലിയേ പറ്റൂ. നിനക്ക് ഇത്ര ഒരുത്തനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ കഥ എന്നോട് പറ. അതാകുമ്പോ അവനെ ഒറ്റയടിക്ക് നിനക്ക് താഴെ ഇടാനുള്ള ട്രിക്ക് ഞാൻ നിനക്ക് പറഞ്ഞു ഇടാരാം. ആശി പറയാ. ആശാൻ ആ കഥ അറിയണമല്ലേ? അറിയണം. കഴിഞ്ഞ വർഷം ഭൂതക്കുളം അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പൊ അവിടെ മര്യാദക്ക് കെട്ടുകാഴ്ചയും കണ്ട് ഐസൂറിക്കൊണ്ടിരുന്ന എന്റെ പാവച്ചന് ഒരു വൃത്തികെട്ട ഒരുത്തൻ കാലയെ മാറി നിലത്തടിച്ച് അവനെ എനിക്ക് തിരിച്ച് പ്രതികാരം വീട്ടിയേ പറ്റൂ. അമ്പലത്തിന്റെ പേരെന്നാ? ഭൂതക്കുളം. അച്ഛന്റെ പേര് പീതാംബരൻ. ആഹാ, അപ്പൊ പീതാംബരന്റെ മോനാ എന്റെ അച്ഛൻ. അറിയാമോ? എന്താ മനുഷ്യ? അവൻ ആരെത്തല്ല നീ വന്നേക്കുന്നറിയാമോ? ആരെ? എനിക്ക് ദർശനം തന്ന് ഞാൻ അവനെ എന്നെ തല്ലാൻ പഠിപ്പിച്ചു കൊടുക്കണോട് ഈ അടവുകള്. അയ്യോ, അതെന്ത് പറ്റി? കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ ഒരുത്തനെ കയറി അടിച്ചില്ല, ആള് മാറി അവന്റെ മോനായി വന്ന് നിൽക്കുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന് മനസ്സിലായത് നിങ്ങളാണെന്ന്. അവനെന്ന് പറഞ്ഞൂടാ. അഥവാ ഇനി അറിയുവാണെങ്കിൽ ഞാൻ 19ാമത്തെ അടവ് അങ്ങോട്ട് എടുക്കാം. 19ാമത്തെ അടവാ? അത് ആരും കണ്ടിട്ടില്ല. ഞാൻ 19ാമത്തെ അടവ് എടുക്കുമ്പോ നീ എന്റെ കൂടെ നിന്നോണം. അതൊക്കെ ഞാൻ ഏറ്റ്. എടാ മോനെ, ഇങ്ങ് വന്നേ. നിനക്കിപ്പോ അവനെ വൈരാഗ്യം ഉണ്ട്. എടാ, എനിക്ക് ആ കഥ കേട്ടത് തോന്നുന്നു അവൻ ആള് മാറി അടിച്ചതായിരിക്കാം. ചിലപ്പോ അവനെ വിട്ട് കളയാ. അതൊക്കെ വിട്ട് കളാ. പറ്റൂല, എനിക്ക് അവനെ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അടിച്ചേ പറ്റൂ. അതെ, ഞാൻ ഒരു സത്യം പറയാം. നീ ദേഷ്യപ്പെടല്ലേ? എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു. ഇതേതായി തെങ്ങ്? അയ്യോ, നീ ആയിരുന്നു. നീ ഇവിടെ നിന്നെ എന്തായാലും ഭാഗ്യമായി, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ പറമ്പിൽ കണ്ടേ. എടാ, നീ എന്റെ അച്ഛനെ തല്ലി അല്ലേടാ? എടാ, ഇനി നീ എന്നെ തല്ലിയ ഞാൻ എന്റെ 19ാമത്തെ അടവെടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ ചേട്ടനെ തല്ലിയ എന്റെ ചേട്ടൻ 19ാമത്തെ അടവെടുക്കും. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ പോയിക്കോ. എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഇയാളെ കൊന്നിട്ടേ ഞാൻ ഇവിടെ പോകും. എന്റെ 19ാമത്തെ അടവെടുക്കാൻ പോവാണ്. എങ്കിൽ എടുക്കടാ. എടാ, ഇതാണ് എന്റെ 19ാമത്തെ അടവ്. ഒന്ന് വാടി. അന്തിയൂർക്കോണം അസ്ഥിയൂർ ഗുരുക്കൾക്ക് ഒരു നല്ല ഗൈഡി. എന്നാ പേരേത്? രാജൻ ചേട്ടാ. ദേവി ലക്ഷ്മി, സൈന്ധവ്, നിത, നന്നായിരുന്നു മക്കളെ. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു. ഗുരുക്കള് കലക്കി. ഗുരുക്കളിനടുത്ത് അടവ് പഠിക്കാൻ വന്ന ആളും കലക്കി. ഗുരുക്കളിന് പറ്റിയൊരു ഭാര്യ. അടിപൊളിയായിരുന്നു. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ, ആ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിട്ട് ഗുരുക്കൾ തന്നെ കാലുകൊട്ടങ്ങ് വീണ്. ഗുരുക്കളെ ഇത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞല്ലെന്ന് ഞാൻ പുതിയൊരു ഐറ്റം പഠിപ്പിക്കല്ലായിരുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു. നമ്മുടെ ഗുരുക്കള് അടിപൊളി, നല്ല പെർഫോമൻസ് ആയിരുന്നു. മോളും കലയ്ക്കും 3 പേരും കേട്ടോ, നന്നായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൽ നല്ല തമാശകളുമായിട്ട് ഗംഭീര സ്കിറ്റുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, എന്തായാലും കൊള്ളായിരുന്നു 3 പേരും കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഈ സ്കിറ്റിൽ നിങ്ങൾ ചെയ്തു. ആ സബ്ജക്റ്റിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് തമാശകളുടെ ഏരിയ ഇല്ലെങ്കിലും നിങ്ങളത് കളിച്ച് വൃത്തിയാക്കി എടുത്തു. 3 പേരും നന്നായിരുന്നു. എനിക്ക് മോള് ഭയങ്കര രസമായിരുന്നു ഇന്ന് കേട്ടോ, നമ്മുടെ സാരിക്കാരി. ഒരുപാട് മാറ്റമൊക്കെ മോളിലെ അഭിനയത്തിൽ വന്നു. നിതാ കാർത്തിക നല്ല ഒരു ആർട്ടിസ്റ്റായിട്ട് വരുന്നുണ്ട്. പഴയ ആ ഡൗട്ടും ആ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. ശ്രദ്ധിക്കണം അതൊക്കെ കേട്ടോ. എന്തായാലും നിങ്ങൾ 3 പേരും ഈ ചെറിയ പ്രായത്തിൽ
ഞങ്ങളെ അത്യാവശ്യം ചിരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു നസീർക്ക. ബിജുക്കുട്ടൻ ചേട്ടാ. ഗുരുക്കളെ പൊളിച്ചടിക്കേട്ടാ ഗുരുക്കള്. അല്ല ഞാൻ കൊണ്ടെത്തുന്ന ഗുരുക്കള് അടിപൊളിയല്ലേ? അല്ല, കുരുക്കളെ അല്ല കൊണ്ടാ കൊടുത്തത്. അതെ, കല്യാണ ചെറുക്കനെ കുരുക്കളാന്നും പറഞ്ഞാ കൊണ്ടാ കൊടുത്തത്. അല്ല ഇപ്പൊ ഗുരുക്കളായിരുന്നല്ലോ. പക്ഷെ അത് ആ പെണ്ണിനൊരു ഗുരുവായത്. അല്ല സാധാരണ എത്ര അടവാണ് എല്ലാ ഗുരുക്കന്മാർക്കും അറിയണത്? 18. ഇത് കൊറേ അടവുണ്ട്. അത് 19 നേരത്തെ ഷാജോൻ പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരടവ് കാണിച്ചേണ്ട. നേരെ കാലഘട്ടം ഗംഭീരായിരുന്നു കേട്ടോ. 3 പേരും കട്ടക്ക് നിന്നട്ടാ. നിങ്ങൾ ഈ മത്സരിക്കണ ആരുടെ കൂടെ എന്നറിയുമോ? 10-30 വർഷമായിട്ട് മിമിക്രി കളിക്കുന്ന ആളുകളുടെ കൂടെയാണെന്ന് ആലോചിക്കണം. ഇത് വന്നു പോണതും ഇനി വരാൻ പോണതും ഒക്കെ വലിയ ചേട്ടന്മാരുടെ കൂടെയും ചേച്ചിമാരുടെയും കൂടെയൊക്കെയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഓൾ ദ ബെസ്റ്റ് കേട്ടാ. താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. ഷാജൻ ചേട്ടാ, ഞാൻ അവർക്കൊരു 7000 രൂപ കൊടുക്കാം. 7000 രൂപ. ഓക്കെ. ബിജുക്കുട്ടൻ ചേട്ടാ, ഞാനൊരു 8000 കൊടുക്കാം. അപ്പൊ ടോട്ടൽ 15000 രൂപയായിട്ടുണ്ട്. ബാക്കി ഞാൻ ടോട്ടൽ എമൗണ്ട് 25000 രൂപ. അടിപൊളി. അപ്പം ഒരു പ്രാവശ്യം 50 കിട്ടി അല്ലേ? അപ്പൊ അതേപോലെ 50, 75, 1 ലക്ഷം ഒക്കെ വാങ്ങിക്കണ്ടേ? അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വാ കേട്ടോ. ഓക്കെ, ബൈ. ഹായ് ദേവാ, ബൈഡാ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റങ്ങളെ സമയം കഴിഞ്ഞു. വാ, വീട്ടിൽ പോ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? കിടിലായിരുന്നു. ഇപ്പോൾ എല്ലാ ടീമുകളും ഒന്നും കൂടി മത്സര ബുദ്ധിയോടുകൂടി മത്സരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കോമഡികൾ വരുന്നുണ്ട്. മത്സര ബുദ്ധിയോടുകൂടിയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും കൂടുതലായിട്ടുള്ള കുറേ ഹ്യൂമറുകളും കുറേ ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. അതായാലും സന്തോഷം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവർ രണ്ടുപേരായിരിക്കും. കാര്യം നമ്മൾ ഡേ 1 മുതൽ നമ്മുടെ ആദ്യത്തെ ഷെഡ്യൂളിന്റെ ആദ്യത്തെ സ്കിറ്റ് മുതൽ ഇവർ രണ്ടുപേരും പിന്നെ പറയുന്ന കാര്യമാണ് നമുക്ക് പുതിയ പുതിയ തമാശകൾ വേണം, പുതിയ കോണ്ടന്റുകൾ വേണം. അപ്പം അത് ഇങ്ങനെ പുതിയ പുതിയ ഐറ്റങ്ങൾ തേടി ആൾക്കാർ പോകുന്ന കാണുമ്പോൾ ആ സ്കിറ്റ് ഇവിടെ വന്ന് വിജയിക്കുന്ന കാണുമ്പോൾ അല്ല, അതുകൊണ്ട് അവർക്ക് തന്നെയാണ് അതിന്റെ നേട്ടം. നമ്മുടെ ചാനലിലൊരു നേട്ടം, അതിൽ ഉപരി അവർക്കാണ് നേട്ടം. അതെ, ഇപ്പം നമ്മൾ ആദ്യം പോലും പറയുന്നതാണ്, നമ്മൾ അവിടെ ആ സീറ്റിൽ ആരിയ്ക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ടീമിന്റെ ഒരു ഫ്രഷ്നെസ്സും അവരുടെ പെർഫോമൻസും കൊണ്ടാണ് എല്ലാ ഷോയും നന്നാവുന്നത്. അല്ല വേറെ ഒന്നും അതിനകത്ത് കാര്യങ്ങളില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കാര്യം നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞു പിടിച്ച് അവർക്കൊരു ഗ്രൂമിങ്, ഒരു സ്പെഷ്യൽ ഒരു സെഷൻ തന്നെ നമ്മൾ കൊടുത്ത് അവരെ നമ്മളിങ്ങനെ ഒന്നേന്ന് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു നമ്മുടെ ഗ്രൂമേഴ്സ്, നമ്മുടെ ഡയറക്ടർ. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് ഇത് ഐറ്റം വേറിലൂടെ വന്നവരാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഓരോ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാര്യം അവരുടെ ഓരോ വളർച്ചയും അവർ ABCD എന്ന് അവർ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ടവരാണല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അവരെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നു, അവരുടെ നാടിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, അവരുടെ ഓരോ തമാശകളും എടുത്തെടുത്ത് പറയുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഈ ഫാമിലി വളരും തോറും നമ്മുടെ പുതിയ നമ്മുടെ പിന്നെ കൂടുതലുള്ള ഫാമിലി മെമ്പേഴ്സും നമ്മുടെ സ്കിറ്റിന് ടീമും എല്ലാവരും വലുതാവും. പുതിയ പുതിയ തമാശകളും കോണ്ടന്റുകളും തേടി നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് അലച്ചിൽ നിർത്തിയിട്ട് വീട്ടിൽ പോവാം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നല്ല നല്ല സ്കിറ്റുകളും പുതിയ തമാശകളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.